നമസ്കാരം. കേരളത്തിലെ കുടുംബശ്രീ കൂട്ടായ്മയ്ക്ക് ഇന്ന് 26 വയസ്സ് തികയുകയാണ്. പ്രാദേശിക തലത്തിൽ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് തുടങ്ങിയ കുടുംബശ്രീ ഇന്ന് നിയമസഹായവും കൗൺസിലിംഗും വായ്പാ സംവിധാനവും സാംസ്കാരിക പ്രവർത്തനവുമായി എത്തി നിൽക്കുന്നത് വിജയത്തിന്റെ കൊടുമുടിയിലാണ്. സാധാരണക്കാരായ എത്രയെത്ര സ്ത്രീകൾക്കാണ് സ്വന്തം കാലിൽ നിൽക്കാനും കുടുംബത്തിന് താങ്ങാകാനും കുടുംബശ്രീ കരുത്തായത്. സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞും സമൂഹത്തിന് മുതൽക്കൂട്ടായും മാറിയ എത്രയെത്ര പെൺകരുത്തുകളെ കുടുംബശ്രീ സമ്മാനിച്ചിരിക്കുന്നു. 1998 ആരംഭിച്ച കുടുംബശ്രീയിൽ 3 ലക്ഷത്തിലധികം അയൽക്കൂട്ടങ്ങളിലായി 46.16 ലക്ഷം പേരാണ് ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത്. സാമൂഹിക ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വൈവിധ്യമാർന്ന ഇടപെടലുകളുമായി വലിയൊരു ചാലകശക്തിയായി മാറിയ കുടുംബശ്രീയുടെ വാർഷികം നമ്മളും ആഘോഷിക്കുകയാണ്. ഇന്ന് നമുക്കൊപ്പം കുടുംബശ്രീയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 3 പെൺകരുത്തുകളാണ് ചേരുന്നത്. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ യൂണിറ്റിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ആലപ്പുഴ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ CDS ചെയർപേഴ്സൺ സുനിത സുനിൽ, ഒപ്പം ജില്ലാ പഞ്ചായത്ത് അംഗം ഉനൈസ അൻസാരി, കൂടെ കോഴിക്കോട് നിന്ന് കുടുംബശ്രീ IT യൂണിറ്റിന്റെ ഗ്രൂപ്പ് ലീഡറായ വിജയ കെ എന്നിവരാണ് നമ്മൾക്കൊപ്പം ഈ ചർച്ചയിൽ ഇന്ന് പങ്കുചേരുന്നത്. സ്വാഗതം 3 പേർക്കും. ആദ്യം ഞാൻ പോകുന്നത് ആലപ്പുഴയിലെ നമ്മുടെ സുനിത ചേച്ചിയിലേക്കാണ്. സുനിത ചേച്ചി പരിചയപ്പെടുത്തുമ്പോൾ, അതായത് കുടുംബശ്രീയിലൂടെ ജീവിതം മാറ്റിമറിച്ച അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞ, കുടുംബത്തിന് താങ്ങാകാൻ കഴിഞ്ഞ ഒരു സ്ത്രീത്വത്തെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ ഏറ്റവും മികച്ച ഉദാഹരണമായി കാണിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം തന്നെയാണ് സുനിത ചേച്ചി. സുനിത ചേച്ചി, ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റിൽ അംഗമായതിനു ശേഷം ജീവിതം വല്ലാതെ അങ്ങ് മാറിയിട്ടില്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ കുടുംബശ്രീ സഹായിച്ച അത്തരത്തിലൊരു കരുത്ത് പകർന്ന ഒരു പ്രസ്ഥാനമല്ലേ കുടുംബശ്രീ? എങ്ങനെയാണ് ആ ഒരു യാത്രയെ ഇപ്പോൾ നോക്കിക്കാണുന്നത്? ഞാൻ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. എനിക്ക് 10 പേരെ കാണുമ്പോൾ എന്ത് പറയണം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായി കുടുംബശ്രീ ചേർന്നപ്പം സംസാരിക്കാൻ പഠിച്ചു. ജനങ്ങളോട് എങ്ങനെ ഇടപെടാൻ ഉള്ള കാര്യങ്ങളെല്ലാം പഠിച്ചത് ഞാൻ കുടുംബശ്രീയിൽ നിന്നാണ്. അതുപോലെ തന്നെ സമൂഹത്തിലിറങ്ങി എന്തെല്ലാം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് കുടുംബശ്രീയിലൂടെയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് ഓരോ വീടുകളിലും നടക്കുന്നത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പം എനിക്ക് കുടുംബശ്രീയിലൂടെ മാത്രമേ, ഒരു കുടുംബശ്രീ പ്രവർത്തകയായി നിന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ADSന്റെ ഭാരവാഹിത്വത്തിലേക്ക് വന്ന് അവിടെ 8 വർഷത്തോളം എൻ്റെ വാർഡിലെ ADSന്റെ സെക്രട്ടറി ആയിട്ട് നിന്ന് അതിന് ശേഷമാണ് ഞാൻ CDSന്റെ ചെയർപേഴ്സണായിട്ട് ഇവിടെ തിരഞ്ഞെടുത്ത് വന്നതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്തത് കുടുംബശ്രീയുടെ അപ്പോൾ കോവിഡും പ്രളയവും ഒക്കെ ആയിട്ട് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനമൊക്കെ ഒന്നാകെ തകർച്ചയിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങളത് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഫാക്കൽറ്റികളെ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകളെ ഏതൊക്കെ യൂണിറ്റുകളാണ് തകർച്ചയിലേക്ക് പോയത് എന്ന് ഞങ്ങൾ എടുത്തുകൊണ്ട് ആ യൂണിറ്റുകളിൽ പ്രത്യേകമായിട്ട് ഇടപെട്ടുകൊണ്ട് ഗ്രേഡിംഗ് ഒക്കെ നടത്തി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവരെ തിരികെ കുടുംബശ്രീയിലേക്ക് നല്ല ഊർജ്ജസ്വലതരായിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവർക്ക് ഉപജീവന മേഖലയാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഓരോ കുടുംബശ്രീ അംഗത്തിനും എങ്ങനെ അവർക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് വരുമ്പം അവർക്ക് എന്താണ് എന്ന് മനസ്സിലായത് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ചെന്നപ്പം ഞങ്ങൾക്ക് ഉപജീവന മേഖല മെച്ചപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി കുറേ സംരംഭങ്ങൾ രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ നാച്ചുറൽ കഞ്ഞിക്കുഴി മുതലുള്ള സംരംഭ ഗ്രൂപ്പുകൾ രൂപീകരിച്ചത്. 18 വാർഡിലും ഞങ്ങൾ 18 ADSലും നാച്ചുറൽ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സംരംഭ ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്കും ADSൽ അത് പ്രവർത്തിക്കുന്ന ADSകാർക്കും അതുപോലെ തന്നെ CDSുമായി നിൽക്കുന്ന CDS പ്രവർത്തകർക്കും ഒരു ചെറിയൊരു വരുമാനം കിട്ടത്തക്ക രീതിയിലാണ് ഞങ്ങളത് നാച്ചുറൽ കഞ്ഞിക്കുഴി എന്നും പറഞ്ഞുള്ള ആ സംരംഭം രൂപീകരിച്ചത്. അത് 18 വാർഡിലും നല്ല രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പം തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം സംരംഭങ്ങൾ, ഇപ്പം പൊടി യൂണിറ്റുകൾ, അച്ചാർ യൂണിറ്റുകൾ, പിന്നെ അവർക്ക് അവരുടേതായ ഇഷ്ടമനുസരിച്ച് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഏത് മേഖലയിലാണോ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നത് അത് ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ടാണ് അവർക്ക് പിന്നെ സംരംഭങ്ങൾ ഇട്ടുകൊടുത്തത്.
അതുപോലെ തന്നെ സംരംഭ ഗ്രൂപ്പുകൾ രൂപീകരിച്ചതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ജില്ലാ മിഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടുന്ന സബ്സിഡികളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ JLG ഗ്രൂപ്പുകൾ, ഇവിടെ കഞ്ഞിക്കുഴി എന്ന് പറയുമ്പോൾ പച്ചക്കറിക്ക് പേര് കേട്ട ഒരു ഗ്രാമമാണ്. അപ്പം ഞങ്ങൾ JLG ഗ്രൂപ്പുകൾ, ഞങ്ങൾക്ക് ഒരു 236 JLG ഗ്രൂപ്പുകളുണ്ട്. ആ JLG ഗ്രൂപ്പുകളെയൊക്കെ ഞങ്ങൾ അവർക്ക് വേണ്ടുന്ന ഇൻസെന്റീവ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ JLG പച്ചക്കറി ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ടു. 18 വാർഡിലും വിത്ത് വാങ്ങുന്ന മഴമറ ഞങ്ങൾക്ക് കഞ്ഞിക്കുഴിക്കുണ്ട്. അപ്പം അത് പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ട് തന്നെ 18 വാർഡിലും പിന്നെ അങ്ങനെ പച്ചക്കറി കൊടുത്ത് അവർക്ക് എന്തെങ്കിലും സഹായമാകത്തക്ക രീതിയിൽ ഞങ്ങൾ അങ്ങനെ JLG ഗ്രൂപ്പുകളെ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഉയർത്തിയെടുത്തുകൊണ്ട് വന്ന് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ കഞ്ഞിക്കുഴിയിലെ കോഴി സംരംഭകർ ഉള്ള പഞ്ചായത്താണ്. അപ്പോൾ ഞാൻ ചെയർപേഴ്സണായിട്ട് ഇരിക്കുന്നെങ്കിൽ ഞാൻ ഉൾപ്പെടെ 4000 കോഴി, ഒരു ഇറച്ചിക്കോഴിയെ ഞാൻ വളർത്തുന്നുണ്ട്. 4000 ഇറച്ചിക്കോഴിയോളം വളർത്തുന്നുണ്ട്. അത് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് മേഖലയുമായി അത് കുടുംബശ്രീയുമായി ക്ലബ് ചെയ്ത് തന്നെയാണ്. കുടുംബശ്രീയുമായി അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുമായി ക്ലബ് ചെയ്ത് തന്നെയാണ് ഞാൻ ആ ഇറച്ചിക്കോഴി വളർത്തലൊക്കെ നടത്തിയത്. പിന്നെ അതുപോലെ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ കൂടുതൽ നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ മെയ് 17 ഞങ്ങൾ ഏറെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നിന്ന് ഞങ്ങൾക്ക് സംസ്ഥാന അവാർഡ് തന്നെ നേടിത്തന്നത്. അതിന്റെ ഒരു തെളിവ് തന്നെ. അതെ, ആ അവാർഡ് തിളക്കത്തെ കുറിച്ചായിരുന്നു ഞാനും പറയാൻ വന്നത്. സുനിത ചേച്ചി ഇപ്പൊ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഈ 10 പേരെ കാണുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുടുംബശ്രീയിൽ വന്നതിന് ശേഷം പേഴ്സണാലിറ്റിയിൽ ഉണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച്. ഇപ്പം അക്കമിട്ട് എത്ര കാര്യങ്ങളാണ് കുടുംബശ്രീ യൂണിറ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു കഴിവ് സ്വായത്തമാക്കാൻ വരെ സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ചേച്ചിയുടെ ഈ സംസാരത്തിൽ നിന്ന് തന്നെയുണ്ട്. ഈ പ്രധാനമായും നമ്മൾ കുടുംബശ്രീ ഈ തുടക്കത്തിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം വെച്ചത് എങ്കിൽ പോലും സ്ത്രീ ശാക്തീകരണം അത് തന്നെയാണ് പ്രധാനമായും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എത്ര സ്ത്രീകളാണ് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞത്, അതോടൊപ്പം കുടുംബത്തിന് താങ്ങാകാനും അവരെയും കൊണ്ട് സാധിച്ചു, കുടുംബശ്രീ പ്രാപ്തമാക്കി എന്നുള്ളതാണ്. നിങ്ങളുടെ യൂണിറ്റ് എടുക്കുകയാണെങ്കിലും ചേച്ചിയുടെ വ്യക്തിപരമായി എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? സ്വന്തമായ ഒരു വരുമാനം നേടാനും സ്വന്തം കാലിൽ നിൽക്കാനും സഹായകമായത് ഈ കുടുംബശ്രീയിലെത്തി അതിൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെയല്ലേ? അതെ, അതുകൊണ്ട് മാത്രമാണ്, കുടുംബശ്രീയിലൂടെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ കസേരയിൽ തന്നെ ഇവിടെ വന്ന് ഇരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഞാനൊന്ന് ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ ഒരു അംഗമാണ്. അങ്ങനെ അധികം ഒന്നും പുറത്തൊന്നും ഇറങ്ങാത്ത അങ്ങനെ ഒരു പ്രകൃതക്കാരി കൂടിയായിരുന്നു. പക്ഷേ ഞാൻ ഈ കുടുംബശ്രീ വന്ന് ഈ ചെയർപേഴ്സൺ സ്ഥാനം വരെ എത്തിയപ്പം എന്നെ അറിയാവുന്നവർ തന്നെ ചോദിച്ചായിരുന്നു, പണ്ട് ഒന്നും മിണ്ടാതിരുന്ന സുനിതയാണോ ഈ അവാർഡ് മേടിക്കുന്നത് എന്ന്. എനിക്ക് അന്നേരം ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും ഒരു കരച്ചിൽ വരും. എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അവാർഡ് വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അവാർഡ് മേടിക്കുമ്പോൾ എൻ്റെ നാട്ടുകാർ, ഞാൻ ഒരു കുട്ടനാട്ടുകാരിയായിരുന്നു, എൻ്റെ നാട്ടുകാർ തന്നെ പറയുമായിരുന്നു ഒന്നും മിണ്ടാതിരുന്ന ആരോട്. ശരിയാണ്, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നു. പിന്നെ പുറത്തുള്ളവരുമായിട്ട് യാതൊരുവിധ അടുപ്പമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു കുട്ടിയാണല്ലോ ഇന്ന് ഏറെ ബഹുമാനിയായ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കുന്നത് എന്ന് അതിശയത്തോടെ തന്നെ എൻ്റെ കോളേജിൽ പഠിപ്പിച്ച സാറുമാർ സഹിതമുള്ളവർ എന്നെ വിളിച്ച് എനിക്ക് അഭിനന്ദനങ്ങൾ നൽകിയായിരുന്നു. അതൊക്കെ വളരെ വളരെ ധന്യമായ മുഹൂർത്തങ്ങളാണ് എനിക്കിത്. തീർച്ചയായും ഇതിൽ പരം സന്തോഷിക്കാനും അഭിമാനിക്കാനും വേറെന്ത് വേണം അല്ലേ? കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് സുനിത ചേച്ചി. ഞാൻ കോഴിക്കോട്ടേക്ക് കൂടി പോവുകയാണ്. അവിടെ കുടുംബശ്രീയുടെ IT യൂണിറ്റിൻ്റെ ഗ്രൂപ്പ് ലീഡറായ വിജയ കെ നമുക്കൊപ്പം ചേരുകയാണ്. വിജയ ചേച്ചി, നമ്മളിപ്പം ഒരുപാട് യൂണിറ്റ് നടത്തുന്ന പലവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. ഈ സാങ്കേതിക മേഖലകളിൽ പോലും പ്രവർത്തനം ശക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ IT ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ ഞങ്ങളോട്? തീർച്ചയായും സർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, സാധാരണ വീട്ടമ്മമാരായിരുന്ന 10 വനിതകൾ ചേർന്നാണ് ഞങ്ങൾ ഈ ഗ്രൂപ്പ് സംരംഭം തുടങ്ങുന്നത്. അതായത് സാധാരണ അച്ചാറ്,
പൊടികളൊക്കെ ഉണ്ടാക്കണതിന് വേറിട്ട് അഭ്യസ്ത വിദ്യരായ വനിതകളാണ്. എല്ലാവരും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. ഞങ്ങൾ 2004 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് കുടുംബശ്രീ കോർപ്പറേഷൻ കുടുംബശ്രീയുടെ കീഴിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും ഒരു 3,5 ലക്ഷം ലോൺ എടുത്തിട്ട് ഫസ്റ്റ് തന്നെ ലോൺ എടുത്തിട്ടാണ് ഈ സംരംഭം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് കുടുംബശ്രീയിൽ നിന്ന് സബ്സിഡി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്. പക്ഷെ ഞങ്ങൾ ആ 2005 ആകുമ്പോഴത്തേക്ക് തന്നെ ആ ലോണ് അടയ്ക്കുകയും, അതായത് അന്ന് സാങ്കേതിക വിദ്യ കമ്പ്യൂട്ടർ വൽക്കരണം വരുന്ന സമയമാണ് എല്ലാ ഓഫീസുകളിലും. അപ്പൊ കുടുംബശ്രീ തന്നെയാണ് അന്ന് ഞങ്ങൾക്ക് മുൻകൈ എടുത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വർക്കുകൾ പിടിക്കുകയും ഈ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുള്ള IT യൂണിറ്റുകൾ മുഖേന അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത്. അപ്പൊ പേയ്മെന്റിനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ RTOയിലെ വർക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. ഞങ്ങൾക്ക് ഉള്ള സന്തോഷം എന്താ വെച്ചാൽ ഈ 10 പേര് ചേർന്ന് തുടങ്ങിയ യൂണിറ്റ് ഞങ്ങള് പറയുകയാണെങ്കിൽ 2000-ഓളം പേർക്ക് താൽക്കാലികമായിട്ടും 70 പേർക്ക് സ്ഥിരമായിട്ടും ജോലി കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം വനിതകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. കാരണം ഇപ്പൊ നമുക്കറിയാം എത്ര ആണുങ്ങൾ എന്ത് വർക്ക് ചെയ്ത് കൊണ്ടുവന്നാലും ചിലപ്പോ നമുക്കത് വീട്ടിലെത്തിന്ന് വരൂല. അതേസമയം ഒരു വനിതയ്ക്ക്, നമുക്കൊരു വീട്ടമ്മയ്ക്ക് ഒരു ചെറിയൊരു വരുമാനം ഒരു മാസത്തിൽ ഉണ്ടായാലും അത് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കുട്ടികളെ കാര്യങ്ങൾക്ക്, വീട്ടിലെ കാര്യങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്കത് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും ഞങ്ങളൊരു 70ഓളം വീടുകളിലെ വീട്ടമ്മമാർക്ക് സ്ഥിരമായിട്ട് വരുമാനം എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. പിന്നെ ചെറിയ ഒരു സംരംഭമായിട്ട് തുടങ്ങിയ ഞങ്ങൾ ഇന്ന് ഒരു 50 ലക്ഷം രൂപയുടെ ആസ്തിയുള്ള ഒരു യൂണിറ്റാണ്. ഇപ്പൊ ഡാറ്റ എൻട്രി യൂണിറ്റ് ആയിട്ട് തുടങ്ങി. പിന്നെ സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റി. 3 സേവാ കേന്ദ്രങ്ങളുണ്ട്, RTOയിലെ കൗണ്ടർ ഉൾപ്പെടെ. പിന്നെ കൂടാതെ പ്രിന്റിംഗ് പ്രസ്സും കൂടി ഉണ്ട്. നല്ല രീതിയിൽ നടക്കണ്. 2023 മഴവിൽ മനോരമേന്റെ പെൺതാരം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഗ്രൂപ്പ് സംരംഭത്തിനുള്ള 3ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. കേരളത്തിന്റെ ഏറ്റവും നല്ല ഗ്രൂപ്പുകളെ തെരഞ്ഞെടുത്തിട്ട് അതിൽ നിന്നാണ് അവാർഡ് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട് അതിൽ. കാരണം ഞങ്ങള് സാധാരണ വീട്ടമ്മമാരായ സാധാരണ ഒതുങ്ങിക്കൂടിയ ആൾക്കാരായിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്. കൂടാതെ 2024 കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ മികച്ച വനിതാ സംരംഭമായിട്ട് തെരഞ്ഞെടുത്ത് ഡൽഹിയിലെ ഹരിയാനയിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് അതിന്റെ അവാർഡ് കിട്ടിയത്. ഗുൽഗാവോണിലെ മേയറാണ് അവാർഡ് തന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. കുടുംബശ്രീ മുഖാന്തരം വന്നത്, കുടുംബശ്രീ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിലെത്തിയത്. തീർച്ചയായും ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാധാരണക്കാരായ സ്ത്രീകളായിരുന്നു, വീട്ടമ്മമാരായിരുന്നു ഞങ്ങൾ ഇത്രത്തോളം, അതായത് പ്രത്യേകിച്ച് പറയേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ച് സ്വന്തമായി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക, സാമ്പത്തികമായ അടിത്തറ ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് പ്രാപ്തമാക്കി കുടുംബശ്രീ എന്നുള്ളത് തന്നെയാണ്. അതിലൂടെ മാത്രമല്ല, അതിനു പുറമെ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന മേഖലയിലെ പ്രവർത്തനത്തിന് മികവായി എത്രത്തോളം അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കൂടി പറയുമ്പോഴും ഏറെ സന്തോഷമുണ്ട്. ഞാൻ ഇനി പോകുന്നത് ഒരു ജനപ്രതിനിധിയിലേക്കാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമായ ഉനൈസ അൻസാരി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉനൈസ അൻസാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഇതുപോലെ ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തിൽ വരണം, പ്രവർത്തിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനുള്ളൊരു അവസരം തുറന്നു കിട്ടുന്നുണ്ടായിരുന്നില്ല. അത് ലഭിച്ചത് കുടുംബശ്രീയിലൂടെയും കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെയുമാണ്. രാഷ്ട്രീയത്തിലേക്ക് എത്തി ഇപ്പോൾ ഒരു ജനപ്രതിനിധിയായി നമുക്കൊപ്പം ഇരിക്കുന്നത് അല്ലേ ശ്രീമതി ഉനൈസ? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1986 SSLC ആദ്യ വർഷം തന്നെ പാസ്സാവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പാസ്സായിട്ടുണ്ടെങ്കിലും തുടർ വിദ്യാഭ്യാസത്തിന് സാധിച്ചിട്ടില്ല. കാരണം ഒരു സദാചാര മൂല്യങ്ങളെ മുറുകെ പിടിച്ചിരുന്ന ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതായതുകൊണ്ട് തന്നെ തുടർ വിദ്യാഭ്യാസത്തിന് എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിലും എനിക്ക് പൊതുവെ ഇങ്ങനെ ഒരു പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പൊതുകാര്യങ്ങൾ ഇടപെടണം എന്നുള്ള താല്പര്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അത്തരം വിഷയങ്ങളിൽ ഞാൻ ഇടപെടാറുണ്ടായിരുന്നു. അപ്പോഴേ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ 90 സാക്ഷരതാ പ്രവർത്തനം കേരളത്തിൽ നടപ്പിലാക്കുകയും അപ്പോൾ അതിലൂടെ ഞാൻ
86 SSLC കഴിഞ്ഞ് ഞാൻ അത് പിന്നെ SSLC +1 +2 പഠിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുകയും പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ഡിഗ്രി പഠിക്കാനും അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നേടിയെടുക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മുടെ 98 കുടുംബശ്രീ നിലവിൽ വരുന്നത്. അപ്പം 90 കാലഘട്ടത്തിൽ ഞാനിങ്ങനെ പൊതുരംഗത്തായിട്ട് ചെറുതായിട്ട് നിൽക്കുന്നുവെങ്കിലും 98 കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിൽ വന്നുവെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ 2001, 2002 കാലഘട്ടത്തിലാണ് സജീവമായിട്ട് വന്നിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ എനിക്ക് പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നതിനുള്ളൊരു സാധ്യത കിട്ടുകയും അതിലൂടെ ഞാൻ ഒരു തീരദേശ പഞ്ചായത്തായ കഠിനംകുളം ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു അവസരം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അയൽക്കൂട്ടത്തിൽ അംഗമാവുകയും അപ്പോൾ അന്ന് ഇന്ന് നിലവിലിരിക്കുന്ന പോലെയുള്ള CDS സംവിധാനങ്ങളൊന്നും അപ്പോൾ രൂപീകരിക്കുമ്പോൾ ADS CDS ഉണ്ടെങ്കിൽ പോലും ഇത്രയും ശക്തമായിരുന്നില്ല. അപ്പോൾ അന്ന് നമുക്ക് CDS മെമ്പർമാരേ ഉള്ളൂ, ADS ഇല്ലായിരുന്നു. വാർഡ് തലത്തിൽ ഇങ്ങനെ ADSൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2008 വന്ന ബൈലോയിലാണ് ADS CDSൻ്റെ പ്രവർത്തനങ്ങൾ വരികയും അതിലൂടെ ഓരോ വാർഡിൽ നിന്നും ഓരോ ADSനെ എടുക്കുകയും അത് കഴിഞ്ഞ് പഞ്ചായത്ത് തലത്തിൽ CDS ആയിട്ട്, അതായത് സാമൂഹ്യ വികസന സമിതി എന്ന രീതിയിൽ CDS ആയിട്ടും പ്രാദേശികമായിട്ടുള്ള ADSയും അങ്ങനെ NHG നെയ്ബർഹുഡ് ഗ്രൂപ്പ് അയൽവക്ക കൂട്ടായ്മയായിട്ടുള്ള അയൽക്കൂട്ടങ്ങളും ആ സംവിധാനത്തെ ഈ ത്രിതല സംവിധാനത്തിലൂടെ വരികയും നമുക്ക് CDSൽ വന്നപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമുക്ക് പ്രവർത്തിക്കുന്നതിനായിട്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടുകയും അപ്പോൾ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ഉപപദ്ധതിയുടെ റിസോഴ്സ് പേഴ്സണായിട്ട് ജില്ലാതല റിസോഴ്സ് പേഴ്സണായിട്ട് പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം കിട്ടുകയും ഈ അവസരങ്ങളിലൂടെ നമുക്ക് കുടുംബശ്രീയുടെ സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റു പല പഞ്ചായത്തുകളിലും അങ്ങനെ ജില്ല മൊത്തവും പ്രവർത്തിക്കുന്നതിനുള്ള അവസരം കിട്ടുകയും അതിലൂടെ എനിക്ക് കിട്ടിയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് സാമൂഹ്യ ബന്ധം ഉണ്ടാക്കുന്നതിനും എല്ലാ പഞ്ചായത്തുകളിലും എനിക്ക് പോകുന്നതിനും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനുമൊക്കെയുള്ള അവസരം കിട്ടുകയും അതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും വീട്ടിനകത്ത് ഇരുന്നവരെയൊക്കെ വളരെ നിർബന്ധിച്ച് അന്നൊന്നും ഈ അയൽക്കൂട്ടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പോലെ ആയിരുന്നില്ല. തുടക്കത്തിൽ 2000-2001 കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് ഈ അയൽക്കൂട്ടത്തെ വളരെ ആക്ഷേപത്തോടെ കണ്ടിരുന്നവരെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതിനും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ സാമ്പത്തിക ശാക്തീകരണം എങ്ങനെ കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ മാർഗ്ഗങ്ങളെക്കുറിച്ച് കാണിച്ചു കൊടുക്കുകയും അതിലൂടെ എനിക്കുമൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് തന്നെ ഇന്നിപ്പോൾ നേരത്തെ മറ്റുള്ളവർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരോടും എന്തെങ്കിലും അത്യാവശ്യത്തിന് പൈസ വേണമെങ്കിൽ അവരെയൊന്നും ആശ്രയിക്കാത്ത രീതിയിൽ സ്വന്തമായി വരുമാനം ഉണ്ടാക്കാനും നമുക്ക് സാധിച്ചു. അതുപോലെ ഒരുപാട് തലങ്ങളിൽ നമുക്ക് സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടാനും നമുക്ക് ഒന്നുമല്ലാത്ത സീറോയിൽ നിന്ന് തുടങ്ങിയെങ്കിലും നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടാക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഒക്കെ ഉള്ളൊരവസരങ്ങൾ ലഭിക്കുകയും അതിലൂടെ അങ്ങനെ വളർന്ന് സാമ്പത്തികമായി ശാക്തീകരിക്കുകയും അതിനോടൊപ്പം തന്നെ എൻ്റെ സാമൂഹ്യമായ ശാക്തീകരണത്തിന് ശക്തമായ ഒരു ഉദാഹരണമാണ് എനിക്കിന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറായിരിക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്ക് ഇത്രയും വന്ന വഴികൾ ഇതിലൂടെ കിട്ടിയ അറിവുകളും നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും പൊതുസമൂഹത്തിനോട് അല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നമുക്ക് ആ അറിവുകളെ നമുക്ക് കൊടുക്കുകയും അതിൻ്റെ അവസരങ്ങളിലൂടെ സാമ്പത്തിക ശാക്തീകരണം എങ്ങനെ കൈവരിക്കാം എന്നുള്ളവർക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കഠിനംകുളം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന തീരദേശ പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദരിദ്രർ ഉൾക്കൊള്ളുന്ന അവിടെ മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കുകയും അവർക്ക് ഒരുപാട് ഇന്നിപ്പം തന്നെ 600-ൽ പരം അയൽക്കൂട്ടങ്ങളുള്ളൊരു ഗ്രാമപഞ്ചായത്താണ് കഠിനംകുളം പഞ്ചായത്ത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയെന്ന് പറയുന്ന അണ്ടൂർക്കോണം, കഠിനംകുളം, പോത്തങ്കോടാണ്. അപ്പോൾ ഈ പ്രവർത്തന മേഖലയിൽ എൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തന മേഖല അങ്ങനെ നിൽക്കുമ്പോഴും എനിക്ക് എൻ്റെ ഡിവിഷനിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളാണ്. അപ്പോൾ അവിടെ വളരെ ഈ കുടുംബശ്രീയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും നോക്കിക്കാണുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ അന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാം മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമാണോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് യാഥാർത്ഥ്യമാവുകയും ഇന്ന് കുടുംബശ്രീ ഇല്ലാത്ത, അതായത് കുടുംബശ്രീ വനിതകളില്ലാത്ത ഒരു മേഖല പോലുമില്ല. വളരെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് കുടുംബശ്രീ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നത്. എത്ര തിരക്കുണ്ടെങ്കിൽ പോലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് ഏത് പഞ്ചായത്തിലൊരു പരിപാടിക്ക് വിളിച്ചാലും ഞാൻ അവിടെ പോവുകയും അവർക്ക് കൊടുക്കാനുള്ള മോട്ടിവേഷൻ എൻ്റെ
അനുഭവത്തിലൂടെ തന്നെ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അവരുമായി പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഞാൻ ജില്ലാ പഞ്ചായത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ആൾക്കാരോടൊപ്പം എനിക്ക് പ്രവർത്തിക്കുന്നതിന് എനിക്ക് ആകെക്കൂടിയുള്ള എൻ്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ഞാൻ കൈവരിച്ചിട്ടുള്ള അറിവുകളും അവബോധവും ഒക്കെയാണ് ഇന്ന് പൊതുസമൂഹത്തിന് എനിക്ക് സമർപ്പിക്കാനായി സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ശ്രീമതി ഉനൈസ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ തുടക്കത്തിൽ ഈ കുടുംബശ്രീ യൂണിറ്റിന്റെ പ്രവർത്തനം, അയൽക്കൂട്ടത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങളും അവഹേളനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. വ്യക്തിപരമായും നിങ്ങൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഇന്നിപ്പോൾ 26 വർഷം വളരെ വിജയകരമായി പൂർത്തീകരിച്ച് മുന്നിട്ട് നിൽക്കുമ്പോൾ പോലും ഇപ്പോഴും അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ടാവും. ഞാൻ ശ്രീമതി വിജയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീമതി വിജയ, നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ഈ കുടുംബശ്രീ യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ താങ്കൾ ലീഡ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് IT മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അഭ്യസ്ത വിദ്യരായിട്ടുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. പക്ഷേ ഇത് തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നിന്ന്, പല ആളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഈ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നാണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലാണോ പോകുന്നത്, അങ്ങനെയുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവഹേളനങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഈ 50 ലക്ഷത്തിന്റെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? മാഡം, തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇപ്പൊ ഞങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റ് ഒരു വർക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാല് അത് ഏത് ഒരു സംരംഭത്തിലും അതൊരു പ്രധാന ഘടകമാണ്. കാരണം നമുക്ക് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഏറ്റെടുത്ത ഒരു വർക്ക് തീർക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് വീണ്ടും ഒരു വർക്ക് കിട്ടണം. അപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു ഓഫീസ് ടൈം പോലെ 10 മുതൽ 5 വരെയോ അല്ലെങ്കിൽ 9 മുതൽ 6 വരെയോ ഉള്ള ഒരു സംവിധാനമല്ല. ഞങ്ങൾക്കിപ്പോ ഓഫീസ് ടൈം കഴിഞ്ഞാലും ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാല് 10 മണി, ചിലപ്പോ രാത്രി 10 മണി വരെ നീണ്ടുപോകും. അപ്പൊ ആദ്യകാലങ്ങളിലൊക്കെ അതുണ്ടായിരുന്നു. ഇപ്പൊ വീടിനടുത്തുള്ളവരാണെങ്കിലും വീട്ടിലുള്ളവർ വരെ ചോദിക്കായിരുന്നു നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ ഞങ്ങളത് എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുള്ളതും ഞങ്ങൾക്ക് എങ്ങനെയാണ് വിജയം ഉണ്ടായത് എന്നുള്ളതും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട്, വീട്ടിലെ കുട്ടികളുടെ കാര്യമാണെങ്കിലും എല്ലാം വളരെ കൃത്യമായിട്ട്. പക്ഷെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ യൂണിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. ഞങ്ങളുടെ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം ഞങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ട് കൂടിയാണ്. പക്ഷെ എന്നാലും അത് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ സമൂഹത്തിൽ ഇന്ന് ഞങ്ങൾ വളരെ നല്ലൊരു ഉയർന്ന നിലയിലാണ്, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും. ഇപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അറിയാത്തവരാരുമില്ല. അപ്പൊ എല്ലാവരും പറയും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റാർക്ക് കിട്ടും എന്നുള്ള ഒരു ചോദ്യമാണ്. അത് സത്യം അത് സത്യമാണ്. കാരണം ഞങ്ങൾ സമയമോ ഇതൊന്നും നോക്കിയിട്ടല്ല വർക്ക് ചെയ്യുക. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം. ഏതൊരു സംരംഭകരും അത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം ഒരു ഫിക്സഡ് സമയം വെച്ചൊന്നും വർക്ക് ചെയ്താലൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റൂല. പിന്നെ വനിതകൾ ആയതുകൊണ്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇപ്പൊ പോവാനോ വരാനോ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങളോട് ഇടപെട്ടിട്ടുള്ളത്. തീർച്ചയായും ഈ വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ഞാൻ ശ്രീമതി സുനിതയിലേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് പോവുകയുണ്ടായി. അതായത് നമ്മൾ ഒരുപാട് സാമൂഹികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട സമയം, കേരളത്തെ സംബന്ധിച്ച് പ്രളയം, അതോടൊപ്പം കോവിഡ്, അത്തരത്തിലുള്ള കെടുതികളെയൊക്കെ അതിജീവിച്ചെത്തിയ ഒരു സമൂഹം കൂടിയാണ് നമ്മൾ. ഈ ഘട്ടത്തിലൊക്കെ തന്നെയും ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുൻപന്തിയിൽ നിൽക്കാൻ കൂടി കുടുംബശ്രീ യൂണിറ്റിന് സാധിച്ചു എന്നുള്ളതും ഏറെ അഭിമാനകരമായ കാര്യമാണ്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഏത് പരിപാടി എടുത്തോട്ടെ, ഏത് മേഖലയിലായിക്കോട്ടെ, എന്ത് വിഷയം സമൂഹത്തിൽ നടക്കുമ്പോഴും അതിൻ്റെ മുൻനിരയിൽ കുടുംബശ്രീ പ്രവർത്തകരുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ? കേൾക്കുന്നുണ്ടോ സുനിത? കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം അന്ന് നല്ല നിലയിലാണ്. കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ. കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം അന്ന് നല്ല നിലയിൽ തന്നെയാണ് എല്ലാവരും. ആ പ്രളയം വന്നപ്പം ആണെങ്കിലും കോവിഡ് വന്നപ്പോഴും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും. ആദ്യം പ്രളയമായിരുന്നു നമുക്ക് വന്നത്. പ്രളയത്തിന് എല്ലാ കുടുംബശ്രീ അംഗങ്ങളും
എന്താണ് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, ഓരോ വീടാന്തരം കയറി ഇറങ്ങി അവർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കണം എന്ന് നമ്മുടെ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയും അന്ന് ഞങ്ങളോടൊപ്പം തന്നെ എല്ലാ കുടുംബശ്രീക്കാരുടെ ഒപ്പം തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കുടുംബശ്രീയുടെ ഒരു അടുക്കള കുടുംബശ്രീയുടെ ഒരു അടുക്കള തന്നെ നമുക്ക് അതിന് വേണ്ടി വെച്ചായിരുന്നു. ആ പ്രളയത്തിന്റെ ആ സമയത്ത് കഷ്ടപ്പെടുന്നവരുടെ വീടുകളിൽ ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്നത് കൃത്യമായിട്ട് തന്നെ എല്ലാ വാർഡിലെ എഡിസുകാരും കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും പഞ്ചായത്ത് ഭരണസമിതിയുമായി നല്ല രീതിയിൽ തന്നെയാണ് സഹകരിച്ചത്. അതുപോലെ തന്നെ കോവിഡ് വന്ന സമയത്താണെങ്കിലും എല്ലാ കുടുംബശ്രീ പ്രവർത്തകരും അതിനുവേണ്ടി എന്ത് സഹായമാണോ ചെയ്യേണ്ടത് അത് എങ്ങനെയൊക്കെയാണോ അത് നമ്മൾ കണ്ടെത്തി കൊടുക്കാൻ പറ്റുന്നത് എന്ന് അവർ പ്രത്യേകം മീറ്റിങ്ങുകൾ കൂടിക്കൊണ്ട് തന്നെ അവരത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ നല്ല രീതിയിൽ തന്നെ പഞ്ചായത്തുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ അന്ന് പ്രവർത്തിച്ചത്. കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ നിന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണസമിതിയുടെ ഒരു ഇതുകൊണ്ടാകാം. നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതിയാണെങ്കിലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം തന്നെയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ഞങ്ങളോട് ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് ഈ ഭരണസമിതിയും കുടുംബശ്രീയും ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങളത് തെളിയിച്ചു കൊടുത്തത് കഴിഞ്ഞ ഞങ്ങളുടെ അവാർഡ് കിട്ടിയ സമയത്താണ്. ഭരണസമിതിയുമായി ചേർന്ന് രണ്ടു കൂട്ടരും ആദ്യം മുതലേ കഞ്ഞിക്കുഴി ഭരണസമിതിയുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ്, പഞ്ചായത്തിന്റെ ഭരണസമിതിയുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫാക്കൽറ്റികളും, അതായത് ഒരു ഫാക്കൽറ്റി ടീമിനെ തന്നെ വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 കൂട്ടരും കൂടെ പഞ്ചായത്തും ഫാക്കൽറ്റികളും CDSഉം ADS കുടുംബശ്രീക്കാരും കൂടെ ഒത്തുനിന്നുകൊണ്ട് തന്നെ മാത്രമാണ് ഞങ്ങൾക്ക് ഈ കഞ്ഞിക്കുഴി യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന യൂണിറ്റ് കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ബാൻഡ് മേളം അതുവഴി ഒരു വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനം അത്തരത്തിൽ ഉണ്ടല്ലേ ഈ യൂണിറ്റിൽ? ഉണ്ട്. ഞങ്ങൾക്ക് ബാൻഡ് സെറ്റ് ഉണ്ട്, ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, സുരക്ഷാ സേനയുണ്ട്. എങ്ങും കുടുംബശ്രീകൾ പഞ്ചായത്തുകളിൽ ഇല്ലാത്തതായിരിക്കാം ബാൻഡ് സെറ്റ്, കുടുംബശ്രീയുമായി ചേർന്ന് ഇല്ലാത്തതാണ് ബാൻഡ് സെറ്റ് ഒക്കെ. പക്ഷെ ഞങ്ങൾക്ക് അതെല്ലാം, ഞങ്ങൾക്ക് ഏത് മേഖല എടുത്താലും ഞങ്ങൾക്ക് അതുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതൊക്കെ ഇവന്റ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ മെഗാ ബേക്കറി ഇപ്പം ഞങ്ങളത് തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങാനായിട്ട് ഉദ്ഘാടനം നടത്താനായിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ എല്ലാ മേഖലയിലും എവിടെയും കൈ തൊടാനായിട്ട് ഞങ്ങളുടെ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും. എന്തായാലും നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പറയാനുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ത്രീ സംരംഭത്തിൻ്റെ വിജയം അതുകൂടിയാണ് നമ്മൾ ഈ ഒരു 26ാം വാർഷികത്തിൽ ആഘോഷിക്കുന്നത്. പക്ഷേ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് മറ്റ് അതിഥികളിലേക്ക് വീണ്ടും എത്താൻ കഴിയാത്തത്. എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയൊരു സംരംഭം, സ്ത്രീ കൂട്ടായ്മ, അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ഘട്ടത്തിലും ആഘോഷിക്കപ്പെടേണ്ടതാണ്. അതിലെ നമ്മൾ അടയാളപ്പെടുത്തി തന്നെ പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഒരു ചർച്ച ഇതിന്മേൽ ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ വെച്ചതും. എന്തായാലും വളരെ നന്ദി ശ്രീമതി സുനിത സുനിൽ, വിജയ കെ, അതോടൊപ്പം തന്നെ ഉനൈസ അൻസാരി ഞങ്ങളോടൊപ്പം ചേർന്നതിനും ഇത്രയും സമയം സംസാരിച്ചതിനും. നമ്മുടെ ഷോയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.